ബിഗ് ബോസ് മലയാളം സീസൺ 7 ടിക്കറ്റ് ഫിനാലെ ടാസ്കിന്റെ അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ഇത് ഞാൻ എപ്പിസോഡിലാണ് കേട്ടോ കണ്ടത്. ഇതിപ്പോ ലൈവില് തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ ഒരു സംഭവം. ഒരുപാട് നേരമായിട്ട് എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. ദീപാവലിയുടെ കമ്പിത്തിരിയും കാര്യങ്ങളൊക്കെ കത്തിച്ചിട്ട് എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. ഫുഡ് പോലും കഴിക്കാതെ ഇരിക്കുകയായിരുന്നു. എല്ലാവരും ടാസ്കിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. എന്തെങ്കിലും ഒരു എൻഡ്യൂറൻസ് പരിപാടി ആയിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ഇപ്പൊ പ്രതീക്ഷിച്ചത് പോലെ തന്നെ ഒരു എൻഡ്യൂറൻസ് ടാസ്ക് ആണ് ബിഗ് ബോസ് കൊടുത്തത്. ആ ഒരു സംഭവത്തിൽ ഈ കാണുന്ന കുരിശ് പോലത്തെ ഈ സ്ഥാനത്തേൽ പിടിച്ചുകൊണ്ട് നിൽക്കണം. ഏറ്റവും കൂടുതൽ സമയം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്ക് സമയം കിട്ടും. കൈയും കാലും ഒന്നും അനക്കാൻ പറ്റില്ല. അകത്തെ തന്നെ പിടിച്ചുകൊണ്ട് നിൽക്കണം എന്നുള്ളതാണ് ഈ ഒരു ടാസ്ക്. അപ്പൊ ഈ ഒരു ടാസ്കില് ഏറ്റവും ആദ്യം പുറത്തായത് ഷാനവാസ് ആണ്. ഷാനവാസിന്റെ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഷാനവാസ് ആദ്യം തന്നെ കൈ വിട്ടു. ഷാനവാസ് പുറത്തായി. അത് കഴിഞ്ഞിട്ട് പിന്നെ നെവിനാണ് പുറത്തായത്. ഷാനവാസിന് 1 പോയിന്റും നെവിന് 2 പോയിന്റും ലഭിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നു അനീഷാണ് പുറത്തായത്. അനീഷ് നല്ലപോലെ വേർത്ത് ആകെ ഒരു എന്താ പറയാ വല്ലാത്തൊരു അവസ്ഥയിലാണ് പുറത്തായത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അക്ബറാണ് ഔട്ടായത്. അക്ബർ കഴിഞ്ഞിട്ട് പുറത്തായത് ആദിലയാണ്. ആദിലയ്ക്ക് എനിക്കൊന്ന് പ്രഷറൊക്കെ ലോ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു ഫെയിന്റിങ് ടെൻഡൻസി പോലെയൊക്കെ വന്നിരുന്നു. കുഴഞ്ഞു വീഴാറായി നിൽക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് അനീഷും ഷാനവാസും 2 ജ്യേഷ്ഠന്മാര് ആദിലെ കൺഫ്യൂഷൻ റൂമിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയൊക്കെയാണ് ആദിലെ ഓക്കെ ആയത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഔട്ടായത് അനുമോളാണ്. അനുമോൾ ഒരുപാട് സമയം പിടിച്ചു തന്നു. എനിക്ക് തോന്നുന്നു 6-7 പോയിന്റ് അനുമോൾക്ക് ലഭിച്ചിട്ടുണ്ട്. 6 പോയിന്റ് ആണെന്ന് തോന്നുന്നു അനുമോൾക്ക് ലഭിച്ചു. ഈ ടാസ്ക് ഏറ്റവും നന്നായിട്ട് ചെയ്ത 2 ഫീമെയിൽ കണ്ടസ്റ്റൻസ് ആണ് നൂറയും അനുമോളും കേട്ടോ. നല്ല മികച്ച രീതിയിൽ തന്നെ ചെയ്തു. ആദിലെ ശ്രമിച്ചു. ആദിലെ അവിടുന്ന് കുഴഞ്ഞു വീണതുകൊണ്ട് മാത്രമാണ് ഔട്ടായത്. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ കണ്ടാനെ ആദിലയുടെ ഒരു പെർഫോമൻസ്. പരമാവധി ആദിലെ ശ്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു എൻഡ്യൂറൻസ് ടാസ്കിൽ നൂറ ഒരുപാട് സമയം ഉണ്ടായിരുന്നു. പിന്നെ നൂറയും പയ്യെ വിട്ടു. ആദിലെ അവിടെ നിപ്പുണ്ടായിരുന്നതുകൊണ്ട് നൂറ കുഴഞ്ഞു വീഴേണ്ട ഒരു അവസ്ഥയൊന്നും വന്നില്ല. ആദിലെ പിടിച്ചു. അത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഇവർ രണ്ടുപേരെ ഇവരുടെ ബോണ്ടിങ് അല്ലെങ്കിലും നല്ല രസമാണ്. പിന്നെ ഉള്ളത് ആകെ സാബുമാനും ആര്യനും. സ്വാഭാവികമായിട്ട് ആ ഒരു ഏജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. രണ്ടുപേരും അത്രയും സമയം 3-3:30 വരെ പുലർച്ചെ 3-3:30 വരെ ഈ ഒരു ടാസ്ക് നീണ്ടു നിൽക്കുന്നുണ്ട്. അത്രയും സമയം രണ്ടുപേരും എഫേർട്ട് ഇട്ട് ഈ ഒരു ടാസ്ക് ജയിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ സാബുമാൻ പറയുന്നുണ്ട്, എടാ വിടടാ എനിക്കിതൊന്ന് താടാ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആര്യൻ ഇല്ല, തരില്ല എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയായിരുന്നു, ഉറച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെ ഒരു ടാസ്കിൽ ഇവര് ഒരു തീരുമാനത്തിൽ എത്തുന്നു. യെസ് ഗെയിം കളിക്കാം. യെസ് ഗെയിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഭാഷയുടെ പേരൊക്കെ പറഞ്ഞവര് കളിക്കുന്നുണ്ട്. എന്ത് ഗെയിമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് തോറ്റു കഴിഞ്ഞാൽ ഒരാൾ കൈ വിടണം എന്നുള്ള ഒരു ഗെയിമിലേക്ക് ഇവര് എത്തി. ഈ ഒരു ഗെയിമില് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിമിൽ ചെറിയൊരു തർക്കമായി ഇവര് തമ്മില്. ഈ ഒരു തർക്കത്തിനിടയ്ക്ക് സാബുമാൻ കൈ വിട്ടു. സാബുമാന്റെ കൈ വിട്ടത് ഞാൻ കണ്ടതാണ്. പിന്നീട് അൺഫെയർ ആണെന്നും അത് ഇന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. കൈ വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ രണ്ടുപേരെയും വിമർശിച്ചിട്ടുള്ളതാണ്. രണ്ടുപേരുടെയും ബിഗ് ബോസിനകത്ത് ഒരു ബിഗ് ബോസ് ലെവൽ ഗെയിമിനോട് യോജിപ്പൊന്നും ഇല്ലെങ്കിലും രണ്ടുപേരുടെയും എഫേർട്ടിനെ ഞാൻ മാനിക്കുന്നു. അത് മാനിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, ഈ കൈ വിട്ടിട്ട് മറ്റേ കളി കളിക്കുന്നതിനോട് ഒരു താല്പര്യവുമില്ല. കൈ വിട്ടാൽ വിട്ടു എന്ന് തന്നെ പറയണം. അതാണ് ആ ഒരു രീതി. അത് ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കേണ്ടതാണ്. അത്രയും സമയം എടുത്തുന്നത് ആര്യൻ അത് നല്ല രീതിയിൽ തന്നെ അതിന് മാനിച്ചു. ആ ഒരു എഫേർട്ടിനെ മാനിച്ചു. എന്നിട്ടാണ് ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയത്. പിന്നെ സൗമ്യൻ പറയുന്നുണ്ട് ഡബിൾ ബെസ്റ്റ് ഓഫ് 3 കളിക്കാം. 3 റൗണ്ട് കളിച്ചിട്ട് ജയിക്കുന്ന ആള് തോൽക്കണം. അങ്ങനെയുള്ള ആ രീതിയിലൊക്കെ വീണ്ടും 2 വർത്താനൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടാസ്ക് ജയിച്ചത് ആര്യനാണ് ഈ ഒരു ടാസ്കിൽ 9 പോയിന്റുകൾ നേടി ജയിച്ചത്. എനിക്ക് 3-3:30-4 മണി ആയെന്ന് തോന്നുന്നു പുലർച്ചെ. അത്രയും സമയം നിന്നിട്ടാണ് ആര്യൻ ഈ ഒരു ടാസ്കിൽ ജയിച്ചത്. അൺഫെയർ ആണ്, അതാണ് ഇതാണെന്നൊക്കെ സബ്മാൻ പറയുന്നുണ്ടാവാം. ലൈവില് ഞാൻ കണ്ടിട്ടില്ല. എപ്പിസോഡിൽ ഇത്രയുമാണ് കാണിച്ചത്. അൺഫെയർ ആണെന്ന് സബ്മാൻ പറയുന്നിടത്താണ് എപ്പിസോഡ് നിർത്തുന്നത്. 9 പോയിന്റുകൾ ഈ ടാസ്ക് നേടി ആര്യനാണ് ജയിച്ചത്. വളരെ നല്ല രീതിയിൽ തന്നെ എഫേർട്ട് എടുത്തിട്ടാണ് കേട്ടോ. നല്ല മികച്ച എഫേർട്ട് തന്നെ ആര്യൻ ഇതിന് പിന്നിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലോട്ട് ഈ കുനിഞ്ഞു നിൽക്കരുത് എന്നൊന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. കൈയുടെ സൈഡിലോട്ട് നമ്മള് പ്രഷർ എക്സേർട്ട് ചെയ്യരുത് എന്ന് ബിഗ് ബോസ് എവിടെയും പറഞ്ഞിട്ടില്ല ടാസ്ക് ലെറ്ററിൽ. അത് പിടിച്ചോണ്ട് നിൽക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് പലർക്കും ആ ഒരു ലൂപ്പ് ഹോൾ പിടികിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. അതൊക്കെ പിടികിട്ടുകയായിരുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അനീഷൊക്കെ കുറെ സമയം കൂടി നിന്നേനെ. പിന്നെ അക്ബർ കുറെ സമയം കൂടി നിന്നേനെ. അവരൊക്കെ ആ സെന്ററിലുള്ള ആ പലകയുടെ അങ്ങോട്ട് തന്നെ ചേർന്ന് നിൽക്കാനായിട്ടാണ് ശ്രമിച്ചത്. പിന്നെ നെവിനും പറയുന്നുണ്ടായിരുന്നു ആ സെന്ററിൽ തന്നെ നിൽക്കണമെന്നൊക്കെ. അങ്ങനെയൊന്നും
എവിടെയും ആ ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിട്ടില്ല. അതൊരു ലൂപ്പ് ഹോൾ ആണ്. അപ്പൊ അത് ഫോളോ ചെയ്തിട്ടാണ് ആര്യൻ ഈ ഒരു ടാസ്കിൽ ജയിച്ചത്. എൻഡ്യൂറൻസ് ടാസ്കിലൊക്കെ ലൂപ്പ് ഹോൾ നോക്കണം. ലൂപ്പ് ഹോൾ നോക്കിയില്ലെങ്കിൽ പണി പാളും. അനുമോള് നെവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഗർഭം ധരിച്ചു കഴിഞ്ഞാ ആണാണോ പെണ്ണാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, കൊച്ചുണ്ടായെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം നെവിൻ ആ ലെവൽ ഓവർ ആക്ടിങ് ആയിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ടാസ്ക്. നല്ല എൻഡ്യൂറൻസ് ടാസ്ക് ആയിരുന്നു കേട്ടോ. നല്ല കഠിനമായ എൻഡ്യൂറൻസ് ടാസ്ക് തന്നെയായിരുന്നു. ഇതിൽ ജയിച്ചിരിക്കുന്നത് ആര്യനാണ്. 9 പോയിന്റുകൾ നേടി ടാസ്ക് ജയിച്ചിരിക്കുന്നത് ആര്യനാണ്. ഇപ്പോഴും ലൈവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.